എല്ലാവരും കൂളന്റ് മാറുന്ന സമയത്തെ പറ്റി അല്ലെങ്കിൽ കൂളന്റ് മാറിയിൽ എന്ത് സംഭവിക്കുന്നൊക്കെ എല്ലാവരും പറഞ്ഞു തരാറുണ്ട്. ഞാൻ കൂളന്റ് മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നത് 1.6 പെട്രോൾ പോളോന്റെ ഹെഡാ കേട്ടോ. ഇതാണ്ടോ കൂളന്റ് മാറാണ്ട് നമ്മുടെ ഹെഡില് കൂളന്റ് ബ്ലോക്ക് ആയി പോകുന്നതാണ്, കട്ടായി പോയിക്കണോ. കംപ്ലീറ്റ് ഹെഡിൽ ബ്ലോക്ക് ആയി പോയി, കൂളന്റ് മാറാത്തോണ്ട് സംഭവിച്ചേക്കാണ്. നമ്മൾ സാധാരണ പച്ചവെള്ളമോ അല്ലെങ്കിൽ കളർ കലക്കിയ കൂളന്റ് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കും. അതുപോലെ തന്നെ കറക്റ്റ് സമയത്തിന് മാറിയില്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും കേട്ടോ. ഹെഡ് ദ്രവിച്ചു പോകാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഒരിക്കലും കൂളന്റ് മാറുന്ന സമയത്ത് മാറുക, അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. സംഭവം ലൈഫ് ടൈം എന്നൊക്കെ പറയാറുണ്ട്, എങ്കിൽ അതിനൊരു പരിധിയുണ്ട്. അതിന് മേളിലോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കൂളന്റ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കൂളന്റ് ബ്ലോക്ക് ആയാൽ കൂളന്റ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ കണ്ടോ, ഇതുപോലെ കട്ട ആയി പോകും കേട്ടോ. അപ്പോ എല്ലാവരും കൃത്യസമയത്ത് കൂളന്റ് ചേഞ്ച് ചെയ്യുക. കൂളന്റ് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഹെഡൊക്കെ പൊക്കി ഒരുപാട് കാശ് കിട്ടും. അപ്പൊ മാക്സിമം കറക്റ്റ് സമയങ്ങളിൽ കൂളന്റ് ചേഞ്ച് ചെയ്യുക. അതുപോലെ കളർ കലക്കിയ വെള്ളം മാർക്ക് ഒരുപാട് കിട്ടാറുണ്ട്. അത് കൂളന്റ് പറഞ്ഞ് മേടിച്ചൊഴിക്കാൻ നിൽക്കരുത്. നല്ല കൂളന്റ് തന്നെ മേടിച്ചൊഴിക്കുക. വൃത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നല്ല കൂളന്റുകൾ വരുന്നുണ്ട്. ഇച്ചിരി പൈസ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചൊഴിക്കുക. പിന്നെ വോക്സ്വാഗന്റെ ഓയിൽ കൂളന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചൊഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ കൂളന്റ് മാറിയില്ലെങ്കിൽ ഇതുപോലുള്ള നല്ല രീതിയിൽ കാശ് കൂട്ടും. കൃത്യമായിട്ട് കൂളന്റ് ചേഞ്ച് ചെയ്തുള്ള പണി ഇപ്പൊ ഞാൻ കാണിച്ചത് കേട്ടോ. എഞ്ചിൻ ഓയിലും കൂളന്റ് കൃത്യമായിട്ട് മാറി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി പക്കയായിരിക്കും കേട്ടോ. എഞ്ചിനൊക്കെ ഒരു 4 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാം.